എല്ലായ്പ്പോഴും ട്രിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ജംഗിൾ ക്ലൈമറ്റ് തോന്നിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ നമ്മളെ താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരത്തിലേക്ക് നേരെ ഫാത്തിമിനെയും കൂട്ടി ഏതറും എടുത്ത് ഒരേ ഒരു പോക്ക്. 9ാം വളവ് പോയി നേരെ കാണുന്നത് നോളജ് സിറ്റിയാണ്. അവിടെ നിർത്തി കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്ത് തന്നെ കുരങ്ങ് പേൻ നോക്കണമൊക്കെ നമ്മളെ കുഞ്ഞി ഫാത്തിമക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഫാത്തിമക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. ഫാത്തിമ അതും നോക്കി കുറേ നേരം ഇരുന്ന് അവിടുന്ന് കളിച്ച് ചിരിച്ച് അവിടുന്ന് നേരെ വ്യൂ പോയിന്റിലേക്ക് പോയപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റിയത് അടിപൊളി കോട. സമയം 3 മണിയായിട്ടുണ്ടെങ്കിലും കോട ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുക. അത് കണ്ട് ആസ്വദിച്ച് നമ്മളാ ബൈക്ക് റൈഡ് ചെയ്ത് വന്ന ആ ഒരു ഫീലിങ് അടിപൊളി ഫീലിംഗ് തന്നെ. ഇപ്പോൾ ആ കോട അടിച്ചങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക. കാഴ്ചക്കാരായിട്ട് 3 മണി സമയമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ഊട്ടിനെ വെല്ലുന്ന ക്ലൈമറ്റാണ്, ഒരു രക്ഷയുമില്ല. അത് കഴിഞ്ഞ് അവിടുന്ന് ബൈക്കും എടുത്തും കഴിഞ്ഞ് ആ മേലോട്ട് കയറുന്നതനുസരിച്ച് കോട എന്ന് പറഞ്ഞാൽ കോട അടിപൊളി കോട. ആ ഒരു 3 മണി സമയമായതുകൊണ്ട് നല്ല എന്താ പറയുക, തണുപ്പുമുണ്ട് ചൂടുമുണ്ട്. അതും കഴിഞ്ഞ് വയനാട് ഗേറ്റും കയറി നേരെ മേലെത്തിക്കുന്ന ഇരിക്കുന്ന ബബിൾ ടീൻ്റെ ടീം. അവിടുന്ന് ഒരു ബബിൾ ടീയും പാർസൽ വാങ്ങിച്ചിട്ട് അതും കുടിച്ചുകൊണ്ടങ്ങനെ പോയി. നേരെ പോയപ്പോഴാണ് നമ്മളെ സ്വന്തം സാജിദ് ഖാൻ്റെ ഷോപ്പിൽ. സാജിദ് ഖാൻ്റെ ആ പുഞ്ചിരി കാണുമ്പം തന്നെ ഒരു രക്ഷയില്ല, മനസ്സങ്ങോട്ട് നിറയും. അവിടുന്ന് ഒരു ചായയും കുടിച്ച് പിന്നെ ചെറിയ ചാറ്റൽമയ ഉണ്ടായിരുന്നു. പിന്നെ അത് പനി പിടിച്ചിങ്ങാനി ഫാത്തിമനെ ഒരാഴ്ചത്തേക്ക് നോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവളെ മെല്ലെ കോട്ടിടിച്ചിട്ട് നേരെ കൽപ്പറ്റയ്ക്ക് പോകാന്നുള്ള ലക്ഷ്യത്തിൽ അങ്ങനെ പോയി. അവിടുന്ന് ഇതാ സൈക്കിൾ ചെയ്തിങ്ങാനി അവിടുത്തെ പിള്ളേരൊക്കെ എൻജോയ്. അത് കഴിഞ്ഞ് അവിടെ ഏതർ വണ്ടി ആയതുകൊണ്ട് നമുക്ക് പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ചാർജിലിട്ട് തിരിഞ്ഞപ്പോൾ അവിടുന്ന് നല്ലൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് കൽപ്പറ്റെത്തിയപ്പോൾ അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പൊരിച്ചും കപ്പ ബിരിയാണിയും പൊറോട്ടയും അതൊക്കെ അടിച്ച് നേരെ ഒന്ന് കറങ്ങി തിരിച്ചു പോരാനുള്ള സമയമായി. രാത്രിയാണെങ്കിൽ അതിലും അടിപൊളി ക്ലൈമറ്റ്. അത് കണ്ടിട്ട് ഈ പാർക്കിൻ്റെ അവിടെയൊക്കെ കോടയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ ഈ സ്തൂപങ്ങളും ഈ പ്രതിമകളൊക്കെ കാണാൻ എന്ത് രസമറിയാം. പ്രത്യേകിച്ച് ഈ വാഹനങ്ങളെ ലൈറ്റ് നമ്മൾ ഈ ഫ്ലോഗിലൂടെ അടിക്കുമ്പോഴാണ് ആ ഒരു ഫീലില്ലേ, അത് എൻജോയ് ചെയ്യാൻ വേറൊരു റേഞ്ചാണ്. നല്ല ലക്ഷറി വാഹനങ്ങളൊക്കെ ആ ഫ്ലിക്കറിങ് വിട്ടിങ്ങാനി ആ കോടയിലൂടെ പോകുന്നത് കാണാൻ തന്നെ ഒരു രക്ഷയില്ലാത്തൊരു പരിപാടി തന്നെയാണ്. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ തിരിച്ച് നാട്ടിലേക്ക്. ആ ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കോളയുടെ ഒരു ക്യാനും വാങ്ങി നേരെ പിന്നെയും വ്യൂ പോയിന്റിൽ വന്ന് നിർത്തി. വ്യൂ പോയിന്റിൽ ആ ഒരു തണുത്ത കോള നമ്മളങ്ങനെ ഷെയർ ചെയ്ത് സിപ്പ് ചെയ്യുന്ന ആ ഒരു ഫീലില്ലേ, അത് വേറൊന്ന്. ഒന്നെങ്കിൽ ചൂട് ചായ അല്ലെങ്കിൽ തണുത്ത കൂൾ ഡ്രിങ്ക്സ്, അത് രണ്ടായാലും ഒരേ പൊളിയാണ്. ചുരത്തിൽ 4 വീലറുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഡസ്റ്റ് അടിക്കും. പക്ഷെ ബൈക്കാകുമ്പോൾ നമുക്ക് ഗ്യാപ്പ് നോക്കിയിട്ട് മെല്ലെ കയറ്റി പോവാം. അതിലാണ് നല്ല ബൈക്ക് റൈഡേഴ്സിനെയും കിട്ടും. ബൈക്ക് റൈഡേഴ്സിന് RX ഒക്കെ ആണെങ്കിൽ പൊള്ളിയാണ്. അന്നപ്പോൾ നമുക്കൊരു RX റൈഡേഴ്സിനെയും കിട്ടി. 5 RX ഒക്കെ ഉണ്ടായിരുന്നു. RX റൈഡേഴ്സിൻ്റെ അങ്ങനെ വെട്ടിച്ച് ചുരമിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫീലാണ്. ആ ഒരു ക്ലൈമറ്റിൽ ഫ്ലിക്കറിങ് ഒക്കെ ഇട്ട കാറും ബൈക്കും ആ ഒരു ചുരം റിട്ടേൺ എക്സ്പ്ലോറിങ്ങും ഒരേ പൊളി. എന്നാൽ അടിപൊളി ഒരു റൈഡ് എൻജോയ് ചെയ്ത് വലിയ ചിലവുമില്ലാതെ വിത്ത് ഫാമിലിയിൽ. അപ്പം ബൈ. Stay up,